السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها دقها وجلها وأولها وآخرها وعلانيتها وسرها. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. اللهم إنا نعوذ بك أن نشرك بك ونحن نعلم ونستغفرك لما لا نعلم. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم زينا بزينة الإيمان وجعلنا هداة مهتدين. أما بعد، സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ 46-ാമത്തെ സൂറത്തു അൽ അഹ്ഖാഫിൻ്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിൽ 17 ആയത്തുകളാണ് ഇതുവരെ നമ്മൾ വിശദീകരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉലൈക അല്ലദീന ഹഖ്ഖ അലൈഹിമുൽ ഖൗലു ഫീ ഉമമിൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിം മിനൽ ജിന്നി വൽ ഇൻസ് ഇന്നഹും കാനൂ ഖാസിരീൻ. ഉലൈക അവർ, അല്ലദീന എങ്ങനെയുള്ളവരാണവർ, ഹഖ്ഖ അലൈഹിം അവരുടെ മേൽ യാഥാർത്ഥ്യമായിരിക്കുന്നു, അൽ ഖൗലു ആ വാക്ക്, അഥവാ അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ വാക്ക് അവരുടെ മേൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഫി ഉമം അവരുള്ളത് പല തലമുറകളുടെ കൂട്ടത്തിലാണ്, അഥവാ അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയരായ, അള്ളാഹുവിനെയും അവൻ്റെ ദീനിനെയും പരലോകത്തെയും ഒക്കെ നിഷേധിച്ച കുഫാറുകളായ പഴയ സമൂഹങ്ങളുടെ കൂടെയാണ് ഇവരുടെയും സ്ഥാനം. ഖദ് ഖലത് ആ സമൂഹങ്ങൾ കഴിഞ്ഞുപോയിരിക്കുന്നു, മിൻ ഖബ്ലിഹിം ഇവർക്ക് മുൻപ്, നിഷേധികളായ ഇക്കൂട്ടർക്ക് മുൻപ് അവർ കഴിഞ്ഞുപോയിരിക്കുന്നു. മിനൽ ജിന്നി വൽ ഇൻസ് ജിന്നുവർഗത്തിലും ഇൻസുവർഗത്തിലും പെട്ട പഴയ തലമുറകൾ. ഇന്നഹും കാനൂ ഖാസിരീൻ തീർച്ചയായും അവർ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ തന്നെയാകുന്നു. തൊട്ടുമുമ്പുള്ള ആയത്തിൽ തൻ്റെ മാതാപിതാക്കൾ നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്ന നിഷേധിയായ ഒരു മകനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, അവൻ പരലോകത്തിൽ വിശ്വസിക്കാൻ തയ്യാറല്ല. അവൻ ചോദിക്കുകയാണ്, വഖദ് അതഇദാനിനി നിങ്ങൾ എനിക്ക് വാഗ്ദാനം നൽകുകയാണോ, അനുഖ്റജ് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മരിച്ച് മണ്ണോട് ചേർന്ന് കഴിഞ്ഞാൽ വീണ്ടും എന്നെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന്. വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി എനിക്ക് മുൻപ് പല തലമുറകൾ കടന്നുപോയിട്ടുണ്ട്, അഥവാ ആ കഴിഞ്ഞുപോയ തലമുറകളിൽ ആരും തിരിച്ചു വന്ന് അവർ അവർ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല. മറ്റൊരു തഫ്സീർ അതിന് പറയപ്പെട്ടിട്ടുള്ളത്, നിഷേധികളായ ഇതിനൊന്നും വിശ്വസിക്കാത്ത ഒരുപാട് ആളുകൾ മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ട്, അവരുടെ വഴിയാണ് ഞാൻ പിൻപറ്റുന്നത്. ഇങ്ങനെയുള്ള ധിക്കാരികളായ അള്ളാഹുവിൻ്റെ ദീനിനെ നിഷേധിച്ച ആളുകളെ കുറിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത്. ഉലൈക അല്ലദീന ഹഖ്ഖ അലൈഹിമുൽ ഖൗലു ഫീ ഉമമിൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിം മിനൽ ജിന്നി വൽ ഇൻസ് അവരാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ വാക്ക് സത്യമായ ആളുകൾ. പണ്ട് കഴിഞ്ഞുപോയ നിഷേധികളായ തലമുറകളുടെ കൂട്ടത്തിലാണ് നരകത്തിൽ അവരുടെയും സ്ഥാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ഒരേ നിഷേധവും ഒരേ പാപവും ചെയ്തു കൂട്ടിയ പല കാലങ്ങളിൽ ജീവിച്ച ആളുകളെ ഒരുമിച്ച് ചേർക്കുമെന്ന്. വഹ്ശുറുൽ ലദീന ളലമു വഅസ്വാജഹും അല്ലാഹു പറഞ്ഞു, വഹ്ശുറുൽ ലദീന ളലമു മലായിക്കത്തോട് അല്ലാഹു കൽപ്പിക്കുകയാണ്, വഹ്ശുറുൽ ലദീന ളലമു അക്രമികളായ ആളുകളെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടുക, വഅസ്വാജഹും
എന്താണ് അവിടെ അസ്വാജ് എന്ന് പറഞ്ഞാൽ അർത്ഥം? സൗജിന്റെ ബഹുവചനമാണ് അസ്വാജ്, ഇണകൾ എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ അവിടെ ഉദ്ദേശം എന്താണ്? അതായത് അതേ തിന്മ പ്രവർത്തിച്ച ആളുകൾ ആരാണോ അവരെല്ലാം അവർക്ക് സമാനരായ ആളുകളെ അള്ളാഹു ഒരുമിച്ച് ചേർക്കുന്നതാണ്. നിഷേധികളായ ആളുകളെ പഴയകാല നിഷേധികളുടെ കൂടെ അള്ളാഹു ചേർക്കും. മുഅ്മിനുകളായ ആളുകളെ ആകട്ടെ അവരുടെ മുൻഗാമികളായ നല്ലവരുടെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചേർക്കും. ദുനിയാവിൽ കൂടിക്കലർന്നതുപോലെ ഒരിക്കലും പരലോകത്ത് അവർ ഒരുപോലെ ആവുകയില്ല. ദുനിയാവിൽ ഇവിടെ മുഅ്മിനും കാഫിറും മുസ്ലിമും മുനാഫിഖുമൊക്കെ ഒരുപക്ഷെ ഒരേ സുഖസൗകര്യങ്ങളിൽ ജീവിച്ചേക്കാം. എന്നാൽ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഈ രണ്ടു കൂട്ടരെ ഒരുമിച്ചാക്കുകയില്ല, മറിച്ച് അല്ലാഹു വേർതിരിക്കുക തന്നെ ചെയ്യും. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ ഇന്ന് നിങ്ങൾ മാറി നിൽക്കുക എന്ന് അല്ലാഹു പറയും. അല്ലാഹു ചോദിച്ചല്ലോ, ഈ ആളുകൾ വിചാരിച്ചിരിക്കുകയാണോ അതായത് അല്ലാഹു സവാഅം മഹ്യാഹും വ മമാതുഹും, അവരുടെ ജീവിതവും മരണവും ഒരുപോലെയാക്കുമെന്ന്? നല്ലവരുടെയും മോശക്കാരുടെയും ജീവിതവും മരണവും അല്ലാഹു ഒരുപോലെയാക്കുമെന്നാണോ അവർ വിചാരിച്ചിരിക്കുന്നത്? അല്ല, മറിച്ച് മരണശേഷം അവസ്ഥ വ്യത്യാസപ്പെടും. അല്ലാഹു ഈ അക്രമികളായ ആളുകളെ അവരുടെ മുൻഗാമികളിൽപ്പെട്ട ജിന്നുവർഗത്തിലും ഇൻസുവർഗത്തിലുംപ്പെട്ട മോശക്കാരായ അവരെ പോലെ മുമ്പ് ജീവിച്ചവരുടെ കൂടെ ചേർക്കുക തന്നെ ചെയ്യും. അല്ലാഹു പറയുന്നു, ഇന്നഹും കാനൂ ഖാസിരീൻ, അവരാണ് നഷ്ടം പറ്റിയ ആളുകൾ. എന്താണ് സഹോദരങ്ങളെ ഖാസിരീൻ എന്ന് പറഞ്ഞാൽ? നഷ്ടക്കാരായ കൂട്ടരെന്ന് പറഞ്ഞാൽ, കാരണം അവർ ദലാലത്ത് ഹിദായത്തിന് പകരം വിലക്ക് വാങ്ങിയിരിക്കുന്നു. ദുർമാർഗം അത് ഹിദായത്തിന് സന്മാർഗത്തിന് പകരം വിലക്ക് വാങ്ങിയിരിക്കുന്നു. ഫമാ റബിഹത് തിജാറത്തുഹും, അവരുടെ ആ കച്ചവടം ഒരിക്കലും ലാഭകരമല്ല. വമാ കാനൂ മുഹ്തദീൻ, അവർ സന്മാർഗത്തിലല്ല. ഇവിടെ നഷ്ടപ്പെടുന്നത് റഅസുൽമാലാണ്. എന്താണ് റഅസുൽമാൽ എന്ന് പറഞ്ഞാൽ? അത് മൂലധനമാണ്, അതാണ് ക്യാപിറ്റലാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. പിന്നെ ലാഭത്തിന്റെ കാര്യം പറയാനില്ലല്ലോ. അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറു അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ, നഷ്ടക്കാരെന്നാൽ ആരാണ്? അല്ലാഹു പറഞ്ഞു, സ്വദേഹങ്ങളെയും സ്വന്തം കുടുംബാംഗങ്ങളെയും പരലോകത്ത് നഷ്ടപ്പെടുന്നവരാരാണോ അവരാണ് നഷ്ടക്കാർ, യഥാർത്ഥ നഷ്ടക്കാർ അവരാണ് എന്ന് അല്ലാഹു പറഞ്ഞു. അവനവനെയാണ് നഷ്ടപ്പെടുന്നത്, സ്വന്തം നഫ്സിന് അവനെ നഷ്ടപ്പെടുകയാണ്. അതിനെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ അവന് സാധ്യമാകുന്നില്ല, അത് നരകത്തിലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുടുംബാംഗങ്ങളെ ദഅവത്തിന്റെ തുടക്കത്തിൽ വിളിച്ചുകൂട്ടിയിട്ട് എന്താണ് പറയുന്നത്? ഇഷ്തറു അൻഫുസക്കും, ഇഷ്തറു അൻഫുസക്കും, നിങ്ങൾ വിലക്ക് വാങ്ങിക്കോളൂ, അവനവനെ മോചിപ്പിക്കുക നരകത്തിൽ നിന്ന്. എന്തു കൊടുത്തിട്ടാണ് മോചിപ്പിക്കേണ്ടത്? ഈമാനും സാലിഹായ അമലും. അത് അല്ലാഹു റബ്ബുൽ ആലമീൻ സ്വീകരിച്ച് സ്വർഗം പകരം നൽകും. യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. അല്ലാഹു പറഞ്ഞില്ലേ, ഓ മുഅ്മിനുകളെ, ഹൽ അദുല്ലുക്കും അലാ തിജാറ, ഒരു കച്ചവടത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? എന്താണ് ആ കച്ചവടത്തിന്റെ പ്രത്യേകത? തുൻജീകും മിൻ അദാബിൻ അലീം, വേദനേറിയ ശിക്ഷയിൽ നിന്ന് അത് നിങ്ങളെ രക്ഷപ്പെടുത്തും. തുഅ്മിനൂന ബില്ലാഹി വറസൂലഹ്, അല്ലാഹുവിലും അവന്റെ റസൂലിലും നിങ്ങൾ വിശ്വസിക്കുക എന്നതാണത്. അതുപോലെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളുടെ സ്വദേഹങ്ങളും സമ്പത്തും കൊണ്ട് നിങ്ങൾ പോരാടുക എന്നതാണത്. അല്ലാഹു അങ്ങനെയുള്ളവരെ വിജയിപ്പിക്കും. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന, അല്ലാഹു മുഅ്മിനുകളിൽ നിന്ന് വിലക്ക് വാങ്ങിയിരിക്കുന്നു അവരുടെ സ്വദേഹങ്ങളെയും അവരുടെ സമ്പത്തിനെയും. ബിഅന്ന ലഹുമുൽ ജന്ന, എന്തു പകരമുണ്ടെന്നാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്? അവർക്ക് സ്വർഗമുണ്ട് എന്നതിന് പകരമായിട്ടാണ് അല്ലാഹു അത് നൽകിയിട്ടുള്ളത്. അല്ലാഹുവിനോട് ഈ കരാർ ചെയ്ത ആളുകൾ വിജയിച്ചിരിക്കുന്നു. കാരണം അവർ കച്ചവടം ഉറപ്പിച്ചത് റബ്ബുമായിട്ടാണ്. അല ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറിയണം, ഇന്ന സിൽഅത്തല്ലാഹ്, അല്ലാഹുവിന്റെ കച്ചവട ചരക്കെന്നത് ഗാലിയ, അതീവ വിലയുള്ള അങ്ങേറ്റം വിലമതിക്കുന്ന സ്വത്താണ്. ആ കച്ചവടമാകട്ടെ, ആ കച്ചവടവുമായി അതുറപ്പിക്കാനായി നമ്മിലേക്ക് വന്നിട്ടുള്ളത് ഏറ്റവും സത്യസന്ധരായ
അള്ളാഹുവിൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ മുഖേനയാണ് ആ കച്ചവടം ഉറപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രതിഫലമാകട്ടെ, കിട്ടാനുള്ളതാകട്ടെ സ്വർഗമാണ്. എന്ത് പകരം കൊടുത്താലാണ് അതിന് പകരമാവുക? ഒന്നും കൊടുത്താലും എന്ത് കൊടുത്താലും അത് കുറഞ്ഞു പോവുകയില്ല, നഷ്ടമാവുകയില്ല. എന്നാൽ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമില്ലാത്തവർ, അവരുടെ അവസ്ഥ എന്താണ്? ഇന്നഹും കാനൂ ഖാസിരീൻ, അവർ നഷ്ടക്കാരാണ്. അവർക്കെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. സ്വർഗം അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നോക്കൂ, അടുത്ത ആയത്ത് അള്ളാഹു പറയുന്നു, വലികുല്ലിൻ ദറജാതും മിമ്മാ അമിലു വലിയുവഫിയഹും അഅ്മാലഹും വഹും ലാ യുദ്ലമൂൻ. വലികുല്ലിൻ, ഓരോരുത്തർക്കുമുണ്ട്, ദറജാതുൻ, പല പദവികൾ, പല പടവുകളാണ് ഓരോരുത്തർക്കുമുള്ളത്. മിമ്മ അമിലു, അവർ പ്രവർത്തിച്ചതിൽ നിന്നുള്ള ദറജകൾ. വലിയുവഫിയഹും, അവർക്ക് അള്ളാഹു പൂർണ്ണമായി നൽകുവാൻ വേണ്ടിയാണത്. അഅ്മാലഹും, അവരുടെ പ്രവർത്തനങ്ങൾ. വഹും, അവരാകട്ടെ ലാ യുദ്ലമൂൻ, ദുൽമിന് വിധേയരാവുകയില്ല. അവർ ആക്രമിക്കപ്പെടുകയില്ല, അക്രമത്തിന്, അനീതിക്ക് വിധേയരാവുകയില്ല. വലികുല്ലിൻ, ഓരോരുത്തർക്കുമുണ്ട് ദറജാത്ത്, പദവികൾ. മിമ്മ അമിലു, അവർ പ്രവർത്തിച്ചതിനനുസരിച്ച്. അതായത് മുഅ്മിനുകൾക്ക് അവരുടെ നന്മകൾക്കനുസരിച്ച് അള്ളാഹു ദറജകൾ നൽകും. കുഫാറുകൾക്ക് അവരുടെ അമലുകൾക്കനുസരിച്ചാണ് നരകത്തിൽ അവരുടെ ദർക്കുകൾ. സ്വർഗത്തിലെ ദറജകൾ എന്നാൽ അത് മുകളിലേക്കാണ്. നരകത്തിലെ ദർക്കുകൾ എന്നത് അത് താഴേക്കാണ്. ഏറ്റവും വലിയ നിഷേധി ഏതാണോ അവനാണ് ഏറ്റവും അടിത്തട്ടിൽ, നരകത്തിന്റെ അടിത്തട്ടിൽ ഉണ്ടാവുക. മുഅ്മിനുകളിൽ ഏറ്റവും ഉന്നതമായ പദവി ആർക്കാണോ അവർ ആണ് ഏറ്റവും ഉന്നതമായ പദവിയിൽ ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി 100 ദറജ, സ്വർഗത്തിൽ 100 ദറജകളുണ്ട്. അലാഹ അൽ ഫിർദൗസ്, അതിൽ ഏറ്റവും മുകളിലുള്ളത് ഫിർദൗസാണ്. അതിലേറ്റവും ശ്രേഷ്ഠം ഫിർദൗസാണ്. فإنها أعلى الجنة وأوسطها منها تفجر أنهار الجنة. സ്വർഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും മുകളിലുമുള്ളതുമായ ദറജ അത് ഫിർദൗസാണ്. നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് ചോദിക്കുക. അതിൽ നിന്നാണ് സ്വർഗത്തിലെ അരുവികൾ ഒഴുകുന്നത്. വഫൗഖഹാ അർശുർ റഹ്മാൻ, അതിൻ്റെ മുകളിലാണ് റഹ്മാനായ റബ്ബിൻ്റെ അർശുള്ളത്, അവൻ്റെ സിംഹാസനമുള്ളത്. അതിൻ്റെ സഖ്ഫ്, അതിൻ്റെ മേൽക്കൂര അള്ളാഹുവിൻ്റെ അർശാണ്. അതിൽ നിന്ന് തന്നെ ആ സ്വർഗത്തിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാം. കാരണം ഒരു വീടിന് യോജിക്കാത്ത മേൽക്കൂര ഒരിക്കലും അതിനുണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വലുത് അവൻ്റെ അർശാണ്. ആ അർശാണ് ഈ ഫിർദൗസിൻ്റെ മേൽക്കൂര എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് സ്വർഗത്തിലെ വിശിഷ്ടമായ നദികൾ അത് ഒഴുകുന്നത്. അവിടെ നിന്നാണ് സ്വർഗത്തിലെ നദികൾ എന്നാൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് കിടങ്ങുകളിലൂടെ, താഴ്ചകളിലൂടെ, ആഴമുള്ളതല്ല, മറിച്ച് അത് സ്വർഗത്തിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അത് ആഴമുള്ളതല്ല. അതുപോലെ അവിടുത്തെ പാലിൻ്റെ അരുവി എന്നാൽ അത് മൃഗങ്ങളുടെ അകിടിൽ നിന്ന് വന്ന പാലല്ല, മൃഗങ്ങളുടെ അകിടിൽ നിന്ന് വന്നിട്ടുള്ള പാലല്ല അത്, എന്നാൽ അത് പാലാണ്. അവിടെ മദ്യത്തിൻ്റെ അരുവിയുണ്ട്. പക്ഷെ അത് ദുനിയാവിലെ മദ്യം പോലെ അതിന് ദുർഗന്ധമോ അല്ലെങ്കിൽ അത് കുടിച്ചാൽ തലവേദനയോ അത് കുടിച്ചാൽ ലഹരിയോ ബുദ്ധിയില്ലായ്മയോ സംഭവിക്കുകയില്ല. എന്നാൽ അതിന് പ്രത്യേകമായ രുചി അതിനുണ്ട്, ആസ്വാദ്യകരമായ രുചി അതിനുണ്ട്. എന്നാൽ ദുനിയാവിലെ ഖമർ എന്നാൽ അത് മനുഷ്യനെ, അവൻ്റെ ബുദ്ധി നശിപ്പിച്ച് കളയുന്ന കാര്യമാണ്. എന്ത് ദുനിയാവിലെ ഖമർ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അഖ്ലിനെ നശിപ്പിച്ച് കളയും, അവനെ ഭ്രാന്തന്റെ ദർജയിലെത്തിച്ചു കളയും, ഒരു മജ്നൂനിനെ പോലെ അവനെ ആക്കിക്കളയും. അതുകൊണ്ടാണ് ബുദ്ധിയുള്ള ഒരാൾക്ക് ഒരിക്കലും അത് യോജിക്കുകയില്ല. മുഹമ്മദ് അൽ അമീൻ ഷൻഖീത്ത് റഹിമഹുല്ലാ എന്ന മഹാനായ പണ്ഡിതൻ അദ്ദേഹം പറയുകയുണ്ടായി, ഒരു മദ്യപാനി അവൻ കുടിച്ചിട്ട് അവൻ ഏതവസ്ഥയിലാണ് എത്തുന്നത്? കുടിച്ചിട്ട് അവൻ ലഹരി ബാധിച്ച് അവസാനം അക്രമക്കുമല്ലാ അവൻ എന്താണ് ചെയ്യുന്നത്? തൻ്റെ കയ്യിലേക്ക് മൂത്രമൊഴിക്കുകയാണ്. എന്നിട്ട് അതുകൊണ്ട് മുഖം കഴുകുകയും വായിൽ കൊപ്പിളിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. എന്നിട്ട് അവൻ പറയുന്നു, അൽഹംദുലില്ലാഹില്ലദീ അൻസല ലനാ മിനസ് സമാഇ മാഅൻ തഹൂറ, മുകളിൽ നിന്ന് ഒരു ശുദ്ധമായ വെള്ളം ഇറക്കി തന്ന അല്ലാഹുവിനാണ് എല്ലാ സ്തുതി.
ആര് ഇത് കുടിച്ചിട്ട് മുഖം കഴുകി ചെയ്തിട്ട് പറയുകയാണ്. മുഹമ്മദ് അൽ അമീൻ ഷൻഖീത്ത് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയും, ഈ അവസ്ഥയിൽ, ഈ മജ്നൂന്റെ അവസ്ഥയിലാണ് ബുദ്ധിയുള്ള മനുഷ്യൻ മദ്യപിച്ചാൽ അവനെത്തുക. വലയ്യാദു ബില്ലാഹ്. നോക്കണം. എന്നാൽ സ്വർഗത്തിലെ ഖമർ, അതിൻ്റെ നദി അങ്ങനെയല്ല. ഫിർദൗസാണ് അതിൽ ഏറ്റവും ഉന്നതമായ ദറജ. നരകമാകട്ടെ അതിൻ്റെ അടിത്തട്ടിൽ ഏറ്റവും ശിക്ഷകൾ വർദ്ധിച്ച് പോയിക്കൊണ്ടിരിക്കും. കുഫറും അതിൻ്റെ കൂടെ അക്രമങ്ങളും ചെയ്തവർക്ക് അതിനനുസരിച്ച് ആ നരകത്തിലെ ശിക്ഷയിൽ വ്യത്യാസമുണ്ടായിരിക്കും. അള്ളാഹു പറയുന്നു, വലിയുവഫിയഹും അഅ്മാലഹും, അവരുടെ പ്രവർത്തനങ്ങൾ നാം അവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കാനാണ്. വഹും ലാ യുദ്ലമൂൻ, അവരൊരിക്കലും അനീതി ചെയ്യപ്പെടുകയില്ല. അമലുകളുടെ പൂർണ്ണമായ പ്രതിഫലം പരലോകത്ത് വെച്ച് മാത്രമാണ്. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മാത്രമാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം പൂർണ്ണമായി നിങ്ങൾക്ക് നൽകപ്പെടുക. പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ആയത്ത്, അവസാനം അവതരിച്ച ആയത്തെന്ന് പല മുൻഗാമികളും അഭിപ്രായപ്പെട്ടിട്ടുള്ള സൂറത്തുൽ ബഖറയിൽ ആയത്തുണ്ടല്ലോ, വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ അമിലത് വഹും ലാ യുദ്ലമൂൻ. വത്തഖു യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചോളൂ. തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുന്ന ദിവസത്തെ. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, ഓരോരുത്തർക്കും അവർ പ്രവർത്തിച്ചത് എന്താണോ അത് പൂർണ്ണമായി നൽകപ്പെടും അന്ന്. വഹും ലാ യുദ്ലമൂൻ, ഒരാളോടും അന്ന് അനീതി കാണിക്കപ്പെടുകയില്ല. അതായത് ദുൽമ് അതിനാരും വിധേയരാവുകയില്ല. തൻ്റേതല്ലാത്ത തിന്മ തൻ്റെ പേരിൽ ചാർത്തപ്പെടുകയില്ല. തൻ്റെ നന്മയിൽ നിന്ന് ഒന്നും അള്ളാഹു കുറച്ച് കളയുകയില്ല. ഫലാ യഖാഫു ദുൽമൻ വലാ ഹദ്മ, അള്ളാഹു പറഞ്ഞില്ല ദുൽമോ ഹദ്മോ അവൻ പേടിക്കേണ്ടതില്ല. മറ്റുള്ളവരുടെ തെറ്റ് തൻ്റെ മേൽ ചാർത്തപ്പെടുക, അല്ലെങ്കിൽ തൻ്റെ നന്മ അത് അള്ളാഹു നഷ്ടപ്പെടുത്തി കളയുക, ഒരിക്കലും അത് സംഭവിക്കുകയില്ല. ഒരനീതിയും അവരോട് കാണിക്കപ്പെടുകയില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നു, വയൗമ യുഅറദുൽ ലദീന കഫറു അലൻ നാർ അദ്ഹബതും തയ്യിബാതികും ഫീ ഹയാതികും അദ്ദുനിയ വസ്തംതഅതും ബിഹാ ഫൽയൗമ തുജ്സൗന അദാബൽ ഹൂനി ബിമാ കുൻതും തസ്തക്ബിറൂന ഫിൽ അർദി ബിഗൈറിൽ ഹഖ് വബിമാ കുൻതും തഫ്സുഖൂൻ. വയൗമ, ഒരു ദിവസം, ആ ദിവസം എന്താണ് സംഭവിക്കുക? എങ്ങനത്തെ ദിവസമാണത്? യുഅറദു, പ്രദർശിപ്പിക്കപ്പെടും. അല്ലദീന കഫറു, ആരാണോ കാഫറുകളായ നിഷേധികളായ ആളുകൾ, അള്ളാഹുവിനെയും അവൻ്റെ ദീനിനെയും നിഷേധിച്ചവരാരാണോ അവർ പ്രദർശിപ്പിക്കപ്പെടും. അലന്നാർ, നരകത്തിനു മുന്നിൽ അവർ പ്രദർശിപ്പിക്കപ്പെടും. അദ്ഹബുതും, അവരോട് എന്തു പറയപ്പെടും? അദ്ഹബുതും, നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു, നിങ്ങൾ തീർത്ത് കളഞ്ഞിരിക്കുന്നു. തയ്യിബാതികും, നിങ്ങളുടെ നന്മകളെല്ലാം, വിശിഷ്ടമായ കാര്യങ്ങളെല്ലാം, വിശിഷ്ടമായ എന്തൊക്കെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു അതെല്ലാം നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. ഫി ഹയാതികും, നിങ്ങളുടെ ജീവിതത്തിൽ, അദ്ദുനിയ, നിങ്ങളുടെ ഇഹലോകത്തെ ജീവിതത്തിൽ നിങ്ങൾ അതൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. വസ്തംതഅതും ബിഹ, നിങ്ങൾ അതൊക്കെ ഇസ്തിംതാ ചെയ്തു, അഥവാ അതെല്ലാം നിങ്ങൾ ആസ്വദിച്ചു. ഫൽയൗമ, അതുകൊണ്ട് ഇന്ന്, തുജ്സൗന, നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നു. അദാബൽ ഹൂൻ, അപമാനകരമായ ശിക്ഷ, അപമാനിച്ചു കളയുന്ന ശിക്ഷയാണ് ഇന്നത്തെ നിങ്ങളുടെ പ്രതിഫലം. എന്തുകൊണ്ടാണത്? ബിമാ കുൻതും തസ്തക്ബിറൂന, നിങ്ങൾ അഹങ്കരിച്ചിരുന്നത് കാരണത്താൽ. ഫിൽ അർദി, ഭൂമിയിൽ നിങ്ങൾ അഹങ്കരിച്ചിരുന്നതിൻ്റെ ഫലമാണത്. ബിഗൈറിൽ ഹഖ്, ഒരവകാശവുമില്ലാതെ. അഹങ്കരിക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ടായിട്ടല്ല, അഹങ്കരിക്കാൻ ഒരു പടപ്പിനും അർഹതയില്ല. ഒരർഹതയുമില്ലാതെ നിങ്ങൾ അഹങ്കരിച്ചിരുന്നതിൻ്റെ കാരണത്താൽ. വബിമാ കുൻതും തഫ്സുഖൂൻ, അതുപോലെ നിങ്ങൾ ഫുസൂഖ് പ്രവർത്തിച്ചത് കാരണത്താൽ, നിങ്ങൾ വൃത്തികേടിൻ്റെ, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നതിൻ്റെ ആളുകളായിരുന്നു. അതുകൊണ്ടിതാ നിങ്ങൾക്ക് ഈ ശിക്ഷയാണ് ഇന്ന് പരലോകത്തുള്ളത്. നോക്കൂ, അള്ളാഹു പറയുന്നത്, വയൗമ യുഅറദുൽ ലദീന കഫറു അലൻ നാർ, നരകത്തിനു മുൻപിൽ കുഫാറുകൾ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം. അതെന്തൊരു ദിവസമായിരിക്കും! നരകം കാണുക എന്നത് തന്നെ ഭീകരമാണ്. അള്ളാഹു എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞത്? ഇദാ റഅത്ഹും,
ഇദാ റഅത്ഹും, എന്താണ് അതിൻ്റെ അർത്ഥം? അത് അവരെ കണ്ടാൽ, ആ വാക്ക് ശ്രദ്ധിക്കണം. നരകത്തെ അവർ കണ്ടാലെന്നല്ല, പിന്നെയോ നരകം അവരെ കണ്ടാൽ. സുബ്ഹാനല്ലാഹ്. ഇദാ റഅത്ഹും മിൻ മകാനിൻ ബഈദിൻ, ദൂരെ നിന്ന് അവരെ നരകം കണ്ടാൽ. കാരണം അതിന് കണ്ണുകളുണ്ട്, നോക്കിക്കാണുമെന്നാണ്, അത് സംസാരിക്കുമെന്നാണ്. നരകം അവരെ നോക്കിയാൽ, ദൂരെ നിന്ന് നരകം അവരെ കണ്ടാൽ, ഇദാ റഅത്ഹും മിൻ മകാനിൻ ബഈദിൻ സമിഉ ലഹാ തഗയ്യുദൻ വസഫീറാ, അവർ അതിനൊരു ഗർജനം കേൾക്കുന്നതാണ്. അത് ഇളകി മറിഞ്ഞ് ഗർജിക്കുന്നത്, കോപത്താൽ അതിങ്ങനെ തിളച്ചു മറിയുന്നത് അവർ കാണുന്നതാണ്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അവർ നരകത്തെ കാണും, അവർ നരകത്തെ കാണും. എന്നിട്ട് അവർക്ക് മനസ്സിലാകും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, ഇത് ഞങ്ങളെ ബാധിക്കുക തന്നെ ചെയ്യും, ഇത് വിട്ട് വേറൊരു വഴിയില്ല, പോകാനൊരു വഴിയില്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യും. അവർ നരകത്തിൽ എത്തുന്നതിന് മുമ്പ് ശിക്ഷ അനുഭവിക്കുകയാണ്. അതിലേക്ക്, അതാണ് തങ്ങൾക്കുള്ളത്, ആ നരകമാണുള്ളത്. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അതിലേക്ക് ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നത് നോക്കൂ സഹോദരങ്ങൾ. അതിൽ എരിയുന്നതിന് മുൻപ് തന്നെ, ആ മഹ്ശറിൽ വെച്ച് തന്നെ അതിൻ്റെ അദാബ് ആരംഭിക്കുകയാണ്. നരകത്തിലാണ് താൻ അകപ്പെടാൻ പോകുന്നത് എന്നൊരുത്തൻ മനസ്സിലായാൽ എന്തായിരിക്കും അവൻ്റെ സ്ഥിതി? രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്ന് മനസ്സിലായാൽ അവൻ്റെ മാനസിക സ്ഥിതി എന്തായിരിക്കും? സുബ്ഹാനല്ലാഹ്. ശരീരത്തിൽ മാത്രമല്ല ശിക്ഷയുണ്ടാവുക, മറിച്ച് മാനസികമായി ശിക്ഷിക്കപ്പെടും. അതിൻ്റെ ഭാഗമാണ് നരകത്തിൽ കിടന്നാൽ അതിലെരിഞ്ഞുകൊണ്ടിരിക്കെ അവർക്ക് തോന്നുകയാണെന്ത്? പുറത്തേക്ക് പോകാൻ വഴിയുണ്ട് എന്ന്, പുറത്തേക്ക് പോകാൻ വഴിയുണ്ടെന്ന് തോന്നുകയാണ്. കുല്ലമ അറാദു അൻ യഖ്റുജു മിൻഹാ മിൻ ഗമ്മിൻ ഉഈദു ഫീഹാ, അവർ അങ്ങേയറ്റത്തെ പ്രയാസം കൊണ്ട്, അങ്ങേയറ്റത്തെ ഗമ്മ് കൊണ്ട്, എന്താണ് ഗം എന്ന് പറഞ്ഞാൽ? മാനസികമായ അങ്ങേയറ്റത്തെ പ്രയാസം, മനപ്രയാസം, ദുഃഖം, ആ സങ്കടം കൊണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ അവർ ഉദ്ദേശിച്ചാലെല്ലാം ഉഈദു ഫീഹാ, വീണ്ടും അതിലേക്ക് തിരിച്ചു മടക്കപ്പെടും. എന്താണ് അവർ ആവശ്യപ്പെടുന്നത്? അവർ നരകത്തിൽ വെച്ച് ആവശ്യപ്പെടുന്നത് എന്താണ്? യുഖഫിഫ് അന്ന യൗമൻ മിനൽ അദാബ്. സുബ്ഹാനല്ലാഹ്. ആ അവരുടെ അപേക്ഷയുടെ ദൈന്യത ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവരാവശ്യപ്പെടുന്നത് യുഖഫിഫ അന്ന, ഒന്ന് ലഘൂകരിച്ചു തരൂ എന്നാണ്. ഒന്ന് പുറത്തേക്ക് രക്ഷപ്പെടുത്തുന്നല്ല, മറിച്ച് ഒന്ന് ലഘൂകരിച്ച് തന്നാലും, ഒരു ഹിഫത്ത് തന്നാലും, ഒരു ഇളവ് തന്നാലും, ഒരൽപ്പം ഇതൊന്ന് ലഘൂകരിച്ച് തന്നാലും അത്ര കഠിനമാണ്. ഒരിക്കലും അതിൽ എന്തില്ല? ല യുഖഫഫ അൻഹുൽ അദാബ്, അവർക്ക് ശിക്ഷയിൽ ലഘൂകരണമില്ല, ഇളവില്ല, ഒരു ദിവസം ഒഴിവില്ല. യുഖഫിഫ അന്ന, ഒന്ന് ഇളവ് തന്നാലും, രക്ഷപ്പെടുത്തണമെന്നല്ല, ഇളവ് തന്നാലും പോകട്ടെ എപ്പോഴത്തേക്കും എന്നാണോ? അല്ല, യൗമൻ മിനൽ അദാബ്, ഒരു ദിവസമെങ്കിലും ഈ ശിക്ഷയിൽ നിന്ന് ഇളവ് തന്നാലും എന്നാണ് ആവശ്യപ്പെടുക. നഊദു ബില്ലാഹ് വലഇയാദു ബില്ലാഹ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, എന്താണ് നരകത്തിന്റെ പ്രത്യേകത? കാഫറായി ഒരുവൻ അതിൽ എരിഞ്ഞാൽ അവന് പിന്നെ രക്ഷയില്ല അതിൽ നിന്ന്. ഫദൂഖു ഫലൻ നസീദകും ഇല്ലാ അദാബ. മുൻഗാമികളിൽ പലരും പറഞ്ഞത് കാണാം, നരകത്തെക്കുറിച്ച് ഏറ്റവും ഭയപ്പെടുത്തുന്ന ആയത്തതാണ്, അനുഭവിച്ചോളൂ നിങ്ങൾ, ഫലൻ നസീദകും ഇല്ലാ അദാബ, ശിക്ഷയല്ലാതെ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരികയില്ല. എന്താണ് കൂടിക്കൊണ്ടിരിക്കുന്നത്? അദാബാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. നഊദു ബില്ലാഹ്. സ്വർഗവാസികൾക്കാകട്ടെ അവരുടെ അനുഗ്രഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ദിനേന എന്നോണം. അവരുടെ സുഖങ്ങളും അവരുടെ സന്തോഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നരകവാസികൾക്കാകട്ടെ അവരുടെ ശിക്ഷയും അവരുടെ ദുരനുഭവങ്ങളും സങ്കടവും അവരുടെ ഖേദവും അവരുടെ കണ്ണീരും അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരവിടെ കരഞ്ഞുകൊണ്ടിരിക്കും, തട്ടഹസിച്ചുകൊണ്ടിരിക്കും, എന്നാൽ യാതൊരു ഫലവുമില്ല. അവർ പറയും, ഞങ്ങൾ ഇന്ന് ക്ഷമിച്ചതുകൊണ്ട് കാര്യമില്ല, പൊറുതികേട് കാണിച്ചിട്ടും കാര്യമില്ല. ചിന്തിച്ചു നോക്കൂ, ക്ഷമിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. പൊറുതികേട് കാണിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അജസഅന അം സബർന, ഞങ്ങൾ ക്ഷമിച്ചാലും ശരി, അതല്ല ജസഅ കാണിച്ചാലും പൊറുതികേട് കാണിച്ചാലും ശരി, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ല. വയൗമ യഅറദുൽ ലദീന കഫറു അലൻ നാർ, നരകത്തിനു മുൻപിൽ അവർ പ്രദർശിപ്പിക്കപ്പെടുന്ന രംഗം, അവരോട് പറയപ്പെടുകയാണ്, അദ്ഹബതും തയ്യിബാതികും, നിങ്ങളുടെ വിശിഷ്ടമായ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇല്ലാതാക്കി കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു, ഫി ഹയാതികും ദുനിയ,
നിങ്ങളുടെ ദുനിയാവിൽ. കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ ദുനിയാവിൽ അവർക്ക് സുഖസൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരത് അള്ളാഹുവിനുള്ള ശുക്റാക്കി അത് മാറ്റിയിട്ടില്ല. മറിച്ച് അതിനോടെല്ലാം നിഷേധ മനോഭാവമാണ് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് അവരുടെ അനുഭവങ്ങളും സുഖവുമെല്ലാം മരണത്തോട് അവസാനിച്ചു. എന്നാൽ മുഅ്മിനിനാകട്ടെ അവന്റെ സന്തോഷവും അവന്റെ സുഖവും അത് മരണത്തോട് ആരംഭിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ വേളയിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞതുപോലെ, ഇതാ ഈ ദിവസത്തിന് ശേഷം ഇനി മോളെ നിന്റെ ഉപ്പാക്കിന് വേദനയില്ല, ഈ ദിവസത്തിന് ശേഷം ഇനി വേദനയില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞതുപോലെ. എന്നാൽ ഈ ആളുകൾ അവരോട് പറയപ്പെടുന്നു, ദുനിയാവിൽ നിങ്ങളുടെ എല്ലാ തയ്യിബാത്തും നശിപ്പിച്ചു കളഞ്ഞു. വസ്തംതഅതും ബിഹാ, അത് നിങ്ങൾ അനുഭവിച്ചു, അത് ആസ്വദിച്ചു. അഥവാ ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങളിൽ അവർ മറന്നുപോയി. ആഖിറത്തിനെ കുറിച്ച് അവർ ചിന്തിച്ചതേയില്ല. മുഅ്മിനുകൾ അല്ലാഹുവിനോട് കാവൽ തേടുന്ന കാര്യമാണത്. അല്ലാഹുമ്മ ലാ തജ്അൽ ദുനിയ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ, അല്ലാഹുവേ നീ ദുനിയാവിനെ ആക്കരുത് അക്ബറ ഹമ്മിന, ഞങ്ങളുടെ ഏറ്റവും വലിയ വിചാരം ദുനിയാവ് അങ്ങനെ നീ ആക്കരുത്. വല മബ്ലഗ ഇൽമിന, ഞങ്ങളുടെ അറിവിന്റെ ആകത്തുക ദുനിയാവ് അങ്ങനെ നീ ആക്കരുത്. എന്നാൽ അള്ളാഹുലും അവന്റെ ദീനിലും വിശ്വാസമില്ലാത്തവരുടെ സ്ഥിതി എന്താണ്? അവർക്ക് ആകെ വിചാരം ദുനിയാവ് മാത്രമാണ്, അവരുടെ ആകെ അറിവ് ദുനിയാവ് മാത്രമാണ്. സഹോദരങ്ങൾ, അങ്ങനെ ആയിക്കൂടാ, നമ്മളങ്ങനെ ആയിക്കൂടാ. പരലോകത്ത് രക്ഷപ്പെടാൻ എന്താണ് ഞാൻ പഠിച്ചിരിക്കേണ്ടത്? അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ദുനിയാവിൽ മാത്രം സമർത്ഥനായിക്കൂടാ, മറിച്ച് ആഖിറത്തിന്റെ കാര്യം നിന്നെ രക്ഷപ്പെടുത്തുന്ന, അവിടെ രക്ഷപ്പെടുത്താൻ എന്താണ് നീ ചെയ്യേണ്ടത്, എന്ത് നീ ചെയ്യരുത്, ഏത് സഹോദര നീ പഠിക്കണം. അദ്ഹബതും തയ്യിബാതികും ഫി ഹയാതികും ദുനിയ വസ്തംതഅതും ബിഹാ, അത് നിങ്ങൾ സുഖിച്ചു തീർക്കുകയുണ്ടായി, അതാകെ അനുഭവിച്ചു തീർത്തു. സഹോദരങ്ങളെ, ഈ ആയത്ത് കാരണത്താൽ നമ്മുടെ മുൻഗാമികളിൽ ചിലർ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ, അവർ ദുനിയാവിലെ സുഖസൗകര്യങ്ങൾ, മുന്തിയ ഭക്ഷണം, മുന്തിയ വസ്ത്രം, മുന്തിയ കാര്യങ്ങൾ, ഇത് ഹലാലാണ് ഒരാൾക്ക് അനുഭവിക്കുക എന്നത്. ഒരാൾ ഹലാലായ സമ്പാദ്യത്തിലൂടെ ആണ് അയാളത് സമ്പാദിച്ചത് എങ്കിൽ, അയാൾ ആഖിറത്തിനെ മറപ്പിച്ച് കളയുന്നില്ല എങ്കിൽ അനുവദനീയമാണ് ഒരാൾക്ക് നല്ല ഭക്ഷണം ഒരാൾക്ക് കഴിക്കുക. അയാൾക്ക് അതിനുള്ള സൗകര്യമുണ്ട്, പണമുണ്ട്, അതിനുവേണ്ടി അയാളൊരു തെക്കല്ലുഫ് കാണിക്കുന്നില്ല. അഥവാ ഇല്ലാത്തത് എത്തിപ്പിടിക്കാൻ അയാളുടെ കയ്യിലുണ്ട്, നല്ല ഭക്ഷണം കഴിക്കാനുള്ള പണം, നല്ല വസ്ത്രം, കൂട്ടത്തിൽ നല്ലത് വാങ്ങാനുള്ളത് അയാളുടെ കയ്യിൽ പണമുണ്ട്. അതിനൊരു തെക്കല്ലുഫ്, അഥവാ തന്നാൽ കഴിയാത്ത, എടുത്താ പൊങ്ങാത്തെന്ന് പറയും നമ്മുടെ നാട്ടിൽ, എടുത്താ പൊങ്ങാത്തതല്ല അയാൾ ചെയ്യുന്നത്, അയാളുടെ കഴിവിൽപ്പെട്ടതാണ് എന്ന് ആ രൂപത്തിൽ ഒരാൾക്ക് ദുനിയാവിൽ ആസ്വദിക്കുക, അനുഭവിക്കുക എന്നത് അതിന്റെ വിധി എന്താണ്? അനുവദനീയമാണ്, ഹലാലാണ്, സംശയമില്ല. പക്ഷേ ഈ ആയത്തിൽ പറഞ്ഞ ആളുകളിൽ താൻ ഉൾപ്പെട്ടു പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുന്തിയ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല, മുന്തിയ വസ്ത്രം ധരിക്കാറുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൽ നിന്ന് അറിയപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വിധി എന്താണ്, ഹുക്ം എന്താണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ നമ്മുടെ മുൻഗാമികൾ അവർ ഏറെ സൂക്ഷ്മതയുള്ളവരായിരുന്നു. ആ ബാബിൽ, ആ രൂപത്തിൽ വേണം നാം ഇതിൽ മനസ്സിലാക്കാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തയ്യിബ് എന്ന് അറിയപ്പെടുന്ന മുന്തിയ ഇനം ഭക്ഷണം അത് അദ്ദേഹം ഉപേക്ഷിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം പലപ്പോഴും ഖുബ്സും അതുപോലെ അത് മുക്കാനുള്ള എന്തെങ്കിലും ചെറിയ കറി എന്നത് കഴിക്കും. മുന്തിയ ഇനം മാംസം അദ്ദേഹം ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. അദ്ദേഹം മാംസത്തിന് ആഗ്രഹം വന്നാൽ മാംസം കഴിക്കാറുണ്ടായിരുന്നില്ല, മറിച്ച് ഈ രൂപത്തിൽ കഴിച്ച് മുന്നോട്ട് പോകുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയും, ഞാൻ പേടിക്കുന്നു, ഈ കൂട്ടരിൽ ഞാൻ ഉൾപ്പെട്ടു പോകുമോ എന്ന്, നിങ്ങളുടെ തയ്യിബാത്തൊക്കെ നിങ്ങൾ ദുനിയാവിൽ നശിപ്പിച്ചു തീർത്തു എന്ന് പറഞ്ഞവരിൽ ഞാൻ ഉൾപ്പെടുമോ എന്ന് ഞാൻ പേടിക്കുന്നു. ഇത് ഉമറിൽ നിന്ന് വളരെ അറിയപ്പെട്ടു വന്നിട്ടുള്ള ഒരു സംഭവമാണ്. എന്തുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ആ ഒരു നിലപാട് സ്വീകരിച്ചത് എന്നതിനെക്കുറിച്ച് ഇമാം അബൂബക്കർ ഇബ്ൻ അൽ അറബി റഹിമഹുല്ലാഹ് എന്ന പ്രസിദ്ധനായ മുഫസ്സിർ, ഇബ്ൻ അൽ അറബി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിച്ചേക്കും, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇബ്നു അറബി
എന്നറിയപ്പെടുന്ന വളരെ പഴച്ച സൂഫിയായ മറ്റൊരാളുണ്ട്. അത് ഇബ്നു അറബി ആണ്. ഇത് ഇബ്നുൽ അറബിയാണ്. അലിഫ്ലാം മുന്നിലുണ്ട്, മറ്റേത് അലിഫ്ലാം മുന്നിലില്ലാതെയാണ് അയാൾ അറിയപ്പെടുന്നത്. ഇബ്നു അറബി ഷെയ്ഖുൽ അക്ബർ എന്നറിയപ്പെടുന്ന സൂഫികൾക്കിടയിൽ അറിയപ്പെടുന്ന ആൾ. നമ്മുടെ നാട്ടിലൊക്കെ അതിൻ്റെ തരീഖത്തുണ്ട്, അക്ബരിയ തരീഖത്ത് എന്ന് പറഞ്ഞ ആൾ. തനി കുഫർ പ്രചരിപ്പിച്ച ആളാണ്. താൻ അള്ളാഹുവിൽ ലയിച്ചു എന്ന് വിശ്വസിക്കുന്ന പച്ച കുഫർ പ്രചരിപ്പിച്ച ആളാണ്. ആ ഇബ്നു അറബി അല്ല, മറിച്ച് അഹ്ലുസുന്നത്തിന്റെ മഹാന്മാരായ പണ്ഡിതന്മാരിൽ ഒരാളുണ്ട്. അദ്ദേഹം ഇബ്നുൽ അറബിയാണ്. ഇബ്നുൽ അറബി നമ്മുടെ ദർസുകളിലും അഹ്ലുസുന്നത്തിന്റെ കിതാബുകളിലുമൊക്കെ ഉദ്ധരണികൾ കാണുക ഈ പണ്ഡിതനെ കുറിച്ചാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ഇബ്നുൽ അറബി അദ്ദേഹം പറഞ്ഞു, فإن تعاطي الطيبات من الحلال تستشره لها الطباع. കാരണം ഹലാലായതിൽ ഏറ്റവും വിശിഷ്ടമായത്, ഹലാലായതിൽ മുന്തിയത് നമ്മൾ എപ്പോഴും കഴിച്ചാൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ പ്രകൃതി അതിനോട്, നമ്മുടെ ശരീരപ്രകൃതി അതിനോട് ഇഴുകിച്ചേരും. നമുക്കതൊരു ശീലമായി മാറും. അങ്ങനെ ആയാൽ എന്താണ് സംഭവിക്കാനുള്ള ഒരു സാധ്യത? എന്താ ഒരു സാധ്യതയുണ്ട്? فإذا فقدتها استسهلت في تحصيلها بالشبهات حتى تقع في الحرام المحض. എപ്പോഴും ഏറ്റവും മുന്തിയത് കഴിച്ച് ഏറ്റവും മുന്തിയത് മാത്രം ഏത് കാര്യത്തിൽ ഉപയോഗിച്ച് ശീലിച്ചാൽ ഇതെന്താണ് സംഭവിക്കുക? അത് കിട്ടാതെ വന്നാൽ ചിലപ്പോൾ ശുഭഹത്തായ ഒരു സമ്പാദ്യ മാർഗത്തിലൂടെയും അത് സമ്പാദിക്കാൻ ചിലപ്പോൾ തോന്നിപ്പോകും. എന്താ ശുഭഹത്ത് എന്ന് പറഞ്ഞാൽ? നേരെ ഹറാമല്ല, ഹറാമിനോട് സാദൃശ്യമുണ്ട്. ഇവന് അറിയില്ല ഇത് ശരിയാ ഹലാലാണോ അല്ല ഹറാമാണോ എന്ന് ഇവന് ശരിക്കും മനസ്സിലായിട്ടില്ല. അപ്പൊ ഇത് ശീലിച്ച ഒരാൾ അത് നഷ്ടപ്പെട്ടാൽ പിന്നെ ആ വഴിക്കാലും കുഴപ്പമില്ല, ഒന്ന് കണ്ണടച്ചു പോകേക്കാൻ ഇടയാക്കും. പിന്നീട് അതെന്തിലേക്ക് നയിക്കും? തികഞ്ഞ ഹറാമിൽ തന്നെ വീഴാൻ ഇടയായേക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതിന്റെ തുടക്കം തന്നെ വേണ്ട എന്ന് തീരുമാനിച്ചതാണ്. മനസ്സിലായല്ലോ? അതിന്റെ തുടക്കം ഇതാണല്ലോ, എപ്പോഴും ഈ സുഖങ്ങൾ അനുഭവിക്കുക. ഉമർ റളിയല്ലാഹു അൻഹു തയ്യിബായ അഖിൽ, മുന്തിയ ഇനം കാര്യങ്ങൾ ഉപേക്ഷിച്ചിരുന്നു. മാംസം അദ്ദേഹം കഴിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും കഴിച്ചിരുന്നില്ല എന്നർത്ഥമല്ല. അദ്ദേഹം പൊതുവെ അത് ഒഴിവാക്കിയിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ രൂപത്തിൽ വന്നുപോകാതിരിക്കാൻ. എന്നിട്ട് ഇബ്നുൽ അറബി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള, നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പാലിക്കാനുള്ള ഒരു കാര്യം എന്താണ്? നമ്മൾ എന്താണോ ഉള്ളത് അത് കഴിക്കുക. നമ്മൾ വീട്ടിലേക്ക് പോയി നല്ല ഭക്ഷണമുണ്ട്, അത് നല്ലത് കഴിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കഴിച്ചിട്ടുണ്ട്. നല്ല മാംസം കിട്ടിയപ്പോൾ നല്ലത് കഴിച്ചിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര മുന്തിയ ഇനമല്ലാത്തത് ആണ് വീട്ടിലുള്ളത് എന്ന് കണ്ടപ്പോൾ അതെത്ര നല്ലതാണെന്ന് പറഞ്ഞ് അത് കഴിച്ചിട്ടുണ്ട്. അല്ലേ? ഹല്ല് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഹല്ലെന്താ? സുർക്ക, അതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമൽ ഇദാമുൽ ഖൽ, സുർക്ക എത്ര നല്ല കൂട്ടാനാണ് എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിച്ചു. അവിടെ ഇബ്നുൽ ഖയ്യിമിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, സുർക്കയുടെ ഫദ്ല് പറയാൻ വേണ്ടിയിട്ടല്ല അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത്. എന്താ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് എത്ര നല്ലതാണ് എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിച്ചു. ഇങ്ങനെ ചെയ്യുക. ഉദാഹരണത്തിന് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ അത്ര മുന്തിയ ഒരു ഇനമല്ല ഉള്ളത്, എന്നാൽ നമുക്ക് കഴിക്കാൻ പ്രയാസമുള്ളൊരു കാര്യമല്ല. ഒരാൾക്ക് വെറുപ്പുള്ളൊരു ഭക്ഷണം ഒരാൾ കഴിക്കരുതെന്നാണ്. മനസ്സിലായില്ലേ? അത് ആരോഗ്യത്തിന് നല്ലതല്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടുമ്പിന്റെ മാംസം കഴിച്ചിരുന്നില്ല എന്ന ഹദീസിൽ നിന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ തിബ്ബുൻ നബവി, സാദുൽ മആദ് എന്ന കിതാബിന്റെ ഒരു ഭാഗമാണ് തിബ്ബുൻ നബവി, പ്രവാചക വൈദ്യം. ആ കിതാബിൽ ഇബ്നുൽ ഖയ്യിം പറഞ്ഞ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ട ഒരു കാര്യമാണെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദബ്ബ് കഴിച്ചില്ല. എന്താണ് ദബ്ബ്? ഉടുമ്പിന്റെ മാംസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കി. എന്തുകൊണ്ടാണ് കഴിക്കാതിരുന്നത്? അത് ഹറാമായതുകൊണ്ടല്ല, കാരണം നബിയുടെ മജ്ലിസിൽ വെച്ച ആളുകൾ അത് കഴിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടില്ല. മറിച്ച് അത് കഴിക്കാതിരിക്കാനുള്ള കാരണം അവിടുന്ന് പറഞ്ഞത്, ഇതെന്റെ നാട്ടിലില്ല, എന്റെ പ്രദേശത്തില്ലാത്തതാണ്. ആഫു, എനിക്ക് അതിനോടൊരു അറപ്പുണ്ട്, അത് കഴിക്കാൻ എനിക്കെന്തോ ഒരു അറപ്പുണ്ട്, അതുകൊണ്ട് അത് കഴിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഉടുമ്പിന്റെ മാംസം അവിടെ വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായില്ല അത് ഉടുമ്പിന്റെ മാംസമാണ്. അവിടുന്ന് ഉടുമ്പിന്റെ മാംസം കഴിക്കുകയില്ല എന്ന്
സഹാബികൾക്കറിയാം. അപ്പോൾ ഉള്ളിൽ നിന്ന് സഹാബി വനിതകൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു, ദബ്ബുൻ യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ, ദബ്ബാണത്, ഉടുമ്പാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചില്ല. അവിടെ വലിയ പാഠമുണ്ടെന്ത്, മുമ്പിൽ കൊണ്ടുവച്ച ഭക്ഷണം ഏതിൻ്റെ മാംസമാണെന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂലിനോ അള്ളാഹുവിൻ്റെ നബിമാർക്ക് ആർക്കെങ്കിലുമോ ഗൈബ് അറിയുകയില്ല, അദൃശ്യം അറിയുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്ത കാര്യം മാത്രമേ അറിയുകയുള്ളൂ. അള്ളാഹു അറിയിച്ചു കൊടുത്ത ഗൈബുകൾ അറിയും. ഖിയാമത്ത് നാളിനെ കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, അന്ത്യനാളിന്റെ അടയാളങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നില്ല. അതൊക്കെ ഗൈബല്ലേ ആണ്. പക്ഷെ അള്ളാഹു അത് അറിയിച്ചു കൊടുത്തതാണ്. എന്നാൽ നിരുപാധികം മുത്ലഖൻ ഗൈബ് അറിയുക അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അത് മറ്റാരെങ്കിലും അങ്ങനെ അറിയുമെന്ന് വിശ്വസിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ പുറത്തു പോകുന്ന കാര്യമാണ്. സഹാബത്തിന്റെ വിശ്വാസം എന്താണ്? അഫ്ദലുൽ ബശറായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നിൽ കൊണ്ടുവച്ച ഭക്ഷണം അതേതാണെന്ന് വരെ അറിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞു കൊടുത്തത്. പിന്നെയാണോ ആ റസൂലുള്ളാഹിക്ക് അറിയാത്ത ഗൈബാണോ ഈ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ലൊട്ടിലൊടുക്ക് ഔലിയാക്കന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾക്കറിയുക? ഔലിയാക്കന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾക്കറിയുക, അള്ളാഹുവിന്റെ യഥാർത്ഥ വലിയകൾക്ക് വരെ അറിയുകയില്ല. എന്നിട്ടാണ് ചില ആളുകൾ അവർക്ക് ഗൈബ് അറിയാമെന്ന് വാദിക്കുന്നത്. എന്നിട്ട് അവരുടെ അടുത്ത് ചെന്ന് ഭാവി ചോദിക്കുന്നത്. പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടുമ്പിന്റെ മാംസം കഴിച്ചില്ല. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതിൽ നിന്ന് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഒരു കാര്യം പറഞ്ഞു തന്നു. ഒരാൾക്ക് ഒരു ഭക്ഷണത്തോട് പറ്റ വെറുപ്പാണ് എങ്കിൽ ഇടങ്ങാറായിട്ട് അത് കഴിക്കാൻ നിൽക്കരുത്. കാരണം അത് ആരോഗ്യത്തിന് കേടായിത്തീരും. ബുദ്ധിമുട്ടിന് ആകെ ഇടങ്ങാറായിട്ട് ഒരാൾക്ക് ചില ഭക്ഷണത്തോട് ചിലർക്ക് വെറുപ്പുണ്ടാവും. ചില നാട്ടിലുള്ള ഭക്ഷണം ചിലപ്പോൾ ഹലാലായിരിക്കും, പക്ഷെ നമുക്കത് ഇഷ്ടമുണ്ടാവുകയില്ല. നമുക്ക് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അത് കഴിക്കുക എന്നുള്ളത് ആകെ ഉഴപ്പുന്ന ഒരു ഭക്ഷണമായിരിക്കും. അത് കഴിക്കാതിരിക്കുക. കാരണം ഇടങ്ങേറായി കഴിച്ചാൽ അത് എന്തായി പോവും? ആരോഗ്യത്തിന് കേടാവും. അതുപോലെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആരോഗ്യ സംരക്ഷണത്തിനുള്ള മറ്റൊരു കാര്യമാണ് കൂട്ടത്തിൽ പറയുകയാണ്. അതായത് ചിലർ കാണാൻ ചില പ്രത്യേക ഭക്ഷണം മാത്രമേ ഞാൻ കഴിക്കൂ എന്ന് തീരുമാനിക്കുകയാണ് ഒരാൾ. നാട്ടിൽ സുലഭമായുള്ള വേറൊരു ഭക്ഷണം അയാൾക്കത് ഇഷ്ടമില്ലായിട്ടൊന്നുമല്ല, മറിച്ച് ഇത് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ എന്നൊരാൾ തീരുമാനിച്ചാൽ അത് ആരോഗ്യത്തിന് നല്ലതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ഈ പറഞ്ഞത് ഒരാളെ തീരുമാനിച്ചത് ഹറാമിന്റെ കുറ്റം കിട്ടും എന്നുള്ള അർത്ഥത്തിലല്ല. തിബ്ബൻ, അതായത് ആരോഗ്യ സംരക്ഷണത്തിനുള്ള കാര്യമായി ചില പണ്ഡിതന്മാർ പഠിപ്പിച്ച ചില കാര്യം പറയുന്നത് മാത്രം. കാരണം എന്താണ് അദ്ദേഹം അതിന് കാരണം പറയുന്നത്? അങ്ങനെ ചെയ്താൽ ഒരാൾ ഒരു ഭക്ഷണം മാത്രം ശീലിച്ചു മുന്നോട്ട് പോയാൽ ചിലപ്പോൾ നിർബന്ധിതാവസ്ഥ വരും. എന്ത്? ഇയാൾ കഴിക്കാതിരുന്ന ഈ ഭക്ഷണം കഴിക്കേണ്ട നിർബന്ധാവസ്ഥ ചിലപ്പോൾ വന്നേക്കും. കാരണം എപ്പോഴും കഴിച്ച ഭക്ഷണം എല്ലാ സമയത്തും നമുക്ക് കിട്ടണമെന്നില്ല. അപ്പം എന്താകും? ഇയാൾ അത് ഇടങ്ങാറായി കഴിക്കേണ്ടി വരും. അത് ആരോഗ്യത്തിന് ദോഷകരമായി തീരും. അല്ലെങ്കിൽ കഴിക്കാതെ വിശന്നിരിക്കേണ്ടി വരും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നാട്ടിലും അവരുടെ പ്രകൃതിക്കും അവരുടെ ശരീരത്തിന്റെ ചൂടിനും, അല്ലെങ്കിൽ ഓരോ ശരീരത്തിനും ഓരോ അവസ്ഥ ഉണ്ടാവുമല്ലോ, അവരുടെ ശരീരത്തിനും അവരുടെ ആരോഗ്യത്തിനും യോജിച്ച ഭക്ഷണം അള്ളാഹു ഓരോ നാട്ടിലും സുലഭമായി നൽകും. ഒരു നാട്ടിലെ പഴങ്ങൾ പൊതുവെ ആ നാട്ടിലെ ആളുകളുടെ ശരീരപ്രകൃതിക്ക് യോജിച്ചതായിരിക്കും. അവിടെ സുലഭമായി അള്ളാഹു നൽകിയിട്ടുള്ള ഭക്ഷണം പൊതുവെ ആ നാട്ടിലുള്ള ആളുകൾക്ക് യോജിച്ചതായിരിക്കും. അത് അള്ളാഹു അങ്ങനെ നൽകുന്നതാണ്. അതുകൊണ്ട് ഒരാൾ അത് ഇന്നത് ഞാൻ കഴിക്കുകയില്ല എന്ന രൂപത്തിൽ പറയാതിരിക്കുക. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അവിടുത്തെ നാട്ടിൽ സുലഭമായി ഉണ്ടായിരുന്ന ഭക്ഷണങ്ങൾ അതെല്ലാം കഴിച്ചിരുന്നു. പക്ഷെ അവിടുത്തെ ഭക്ഷണത്തിൽ അങ്ങേയറ്റം മിതത്വം പാലിച്ചിരുന്നു. വയറ് നിറയെ കഴിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള കാര്യമാണ്. അവിടുന്ന് വിലക്കിയിട്ടുള്ള കാര്യമാണ് എപ്പോഴും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നത്. അവിടുന്ന് മിതത്വം പാലിക്കാൻ നമ്മോട് പറഞ്ഞിരിക്കുന്നു. ഇത് സഹോദരങ്ങളെ തുബ്ബിയായി ആരോഗ്യപരമായി പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ചില വിഷയങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇത് ഒരാൾ ഈ അവസാനം പറഞ്ഞ കാര്യങ്ങൾക്ക് എതിര് ചെയ്തു പോലെ ഒരാൾക്ക് കുറ്റം കിട്ടും, അല്ലെങ്കിൽ അയാൾ ഹറാമു ചെയ്തു എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ആ വിഷയത്തിലുള്ള ഒരറിവ് പങ്കുവച്ചു എന്ന് മാത്രം. നോക്കൂ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചില നല്ല ഭക്ഷണങ്ങൾ കഴിക്കാതെ ഇരുന്നിരുന്നു. അതുകൊണ്ട് എന്തു ചെയ്യുക? ഇമാം ഇബ്നുൽ അറബി പറഞ്ഞു, ഒരാൾക്ക് കിട്ടിയത് എന്താണോ, അയാൾ കഴിക്കുന്നതാണോ അത് കഴിക്കുക. ഒരിക്കൽ വീട്ടിൽ ചെല്ലുമ്പോൾ എപ്പോഴും മുന്തിയത് കഴിക്കുന്ന ഒരാളാണ്, മുന്തിയ ഇനം, അത് ഒരു ദിവസം വീട്ടിലില്ല എന്നുള്ളതിൻ്റെ പേരിൽ ആകെ ഇടങ്ങാറായി അത് കൊണ്ടുപോയി വാങ്ങി വന്ന്
അപ്പം പാകം ചെയ്ത് അപ്പം അതുണ്ടാക്കി കഴിക്കുക, ഇതുപോലത്തെ ഇടങ്ങാറിന് നിൽക്കരുത്. മറിച്ച് ഉള്ളതെന്താണോ അത് കഴിച്ച് ശീലിക്കുക. എന്തുകൊണ്ടാണത് സഹോദരങ്ങളെ? കാരണം ഇടക്ക് ശരീരം ഒന്ന് ബുദ്ധിമുട്ടുക, ഒന്നൊരു പ്രയാസം അനുഭവിക്കുക എന്നത് വളരെ നല്ല കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. മനസ്സിലായില്ലേ? ആകെ നമുക്ക് കേടുവരുത്തുന്ന കാര്യം ചെയ്യണമെന്നല്ല, മറിച്ച് സുഖവും സൗകര്യവും ചില സന്ദർഭത്തിൽ ഉപേക്ഷിക്കുക എന്നത് നല്ല കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ ചെരുപ്പിടാതെ നടക്കാൻ പ്രോത്സാഹിപ്പിച്ചത്. ചില സന്ദർഭങ്ങളിൽ വല്ലപ്പോഴുമൊക്കെ ചെരുപ്പിടാതെ നടക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകൾ, സ്വീകാര്യോഗ്യമായ ഹദീസുകൾ വന്നിട്ടുണ്ട്. എന്തിനാണത്? സ്വന്തം ശരീരത്തെ ഇടക്കൊരു ഒരു സുഖങ്ങളിൽ നിന്ന് വിട്ടിട്ടുള്ള അവസ്ഥ ശരീരത്തെ പരിശീലിപ്പിക്കുക എന്നത് നല്ലതാണ്. കാരണം എപ്പോഴും ഈ സുഖം നമുക്ക് ലഭിക്കണമെന്നില്ല. ദുനിയാവിൽ തന്നെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പ്രയാസത്തിൽ അപ്പോൾ ഒരിക്കൽ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നുപോകും. അത് ഇങ്ങനെ ശീലിച്ചാൽ വരികയില്ല. നമ്മൾ കുട്ടികളെ ശീലിപ്പിക്കേണ്ട കാര്യമാണ്. എപ്പോഴും അവരെ ഈ എപ്പോഴും ഒരു സുഖസൗകര്യത്തിൽ മാത്രം, ഏത് സന്ദർഭത്തിലും അങ്ങേയറ്റത്തെ സുഖത്തിൽ പട്ടുമെത്തയിൽ കിടന്ന് പട്ടുവസ്ത്രം ഉടുത്ത് അത്രയും മൃദുലമായത് മാത്രം തിന്ന് എന്ന രൂപത്തിൽ കൊണ്ടുപോവുക എന്നത് ശരിയല്ല. അത് പുരുഷന്മാർക്ക് പാടില്ലാത്തതാണ്, അത് വേറെ കാര്യം. അതൊരു ഉദാഹരണമായി ഞാൻ പറഞ്ഞെന്ന് മാത്രം. മറിച്ച് ചില പ്രയാസം ഞാൻ ആവർത്തിച്ചു പറയട്ടെ. ഇതിനർത്ഥം സൂഫികൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ പിഴച്ച ചില കക്ഷികൾ പറയുന്നത് പോലെ സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കണം, ബുദ്ധിമുട്ടിക്കണം, ചോര വരുത്തണം, ശരീരത്തിട്ട് അടിക്കണം എന്നതല്ല ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ആ രൂപത്തിൽ ചെയ്യാൻ പാടില്ല, അവനവനെ ദ്രോഹിക്കാൻ പാടില്ല. അതേസമയം ചില സന്ദർഭങ്ങളിൽ സുഖങ്ങൾ മാറ്റിവെക്കുക എന്നത് നല്ല കാര്യമാണ്. അത് അവനവനെ നന്മ പരിശീലിപ്പിക്കാനാണ്. പ്രയാസങ്ങൾ ഉണ്ടായാൽ നേരിടാൻ ഉള്ള പരിശീലനമാണ് അത് എന്ന് മനസ്സിലാക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതിക്കൊണ്ട് ചില നല്ല ഭക്ഷണം അദ്ദേഹത്തിന്റെ സൂക്ഷ്മതയാൽ ഉപേക്ഷിച്ചിരുന്നു. അതിനുള്ള കാരണമായി അബൂബക്കർ ഇബ്നുൽ അറബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത്. നേരായ രൂപത്തിൽ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസ്തംതഅതും ബിഹാ, നിങ്ങൾ ആ സുഖങ്ങൾ അനുഭവിച്ചു. ഫൽയൗമ, അതുകൊണ്ടിതാ ഇന്ന ദിവസം തുജ്സൗന, നിങ്ങൾക്ക് പ്രതിഫലമായി നൽകപ്പെടുകയാണ് അദാബൽ ഹൂൻ, അപമാനകരമായ ശിക്ഷ. അവർ അഹങ്കരിച്ചിരുന്നു, ഇസ്തിക്ബാർ നടത്തിയിരുന്നു. അതിനുള്ള ശിക്ഷ എന്താണ്? അപമാനിച്ചു കളയുന്ന ശിക്ഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫൽയൗമ തുജ്സൗന, ഇന്നിതാ നിങ്ങൾക്ക് പ്രതിഫലമായി നൽകപ്പെടുന്നു അദാബൽ ഹൂൻ, അപമാനകരമായ ശിക്ഷ. ബിമാ കുൻതും തസ്തക്ബിറൂന ഫിൽ അർദി ബിഗൈരിൽ ഹഖ്, നിങ്ങൾ ഭൂമിയിൽ അന്യായമായി അഹങ്കാരം നടിച്ചതിനാൽ. വബിമാ കുൻതും തഫ്സുഖൂൻ, നിങ്ങൾ അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിച്ചതിനാൽ, അനുസരണക്കേട് പ്രവർത്തിച്ചതിനാൽ. ഇവിടെ അവർ മോശമായ വാക്കും മോശമായ പ്രവൃത്തിയുമാണ് അവരിൽ ഉണ്ടായത്. അവരവരുടെ തന്നിഷ്ടങ്ങളെ അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് ചേർത്തി പറഞ്ഞു. അവരുടെ ഈ മോശമായ വിശ്വാസവും തെറ്റായ വിശ്വാസവും വഴികേടും അള്ളാഹുക്ക് ഇഷ്ടപ്പെടുന്ന മാർഗമാണിത് എന്നാണ് അവരുടെ അവകാശവാദം. ആ ഏറ്റവും അള്ളാഹു പൊറുക്കാത്ത വാക്കും അതുപോലെ അവരുടെ പ്രവൃത്തിയും കാരണത്താൽ ഏറ്റവും കടുത്ത ശിക്ഷ അള്ളാഹു അവർക്ക് നൽകുകയുണ്ടായി. ഇനി നോക്കൂ അടുത്ത ആയത്ത്. ഇനിയുള്ള ഏതാനും ആയത്തുകളിൽ അള്ളാഹു ആദ് സമുദായത്തിൻ്റെ ചരിത്രം പറയുകയാണ്. വദ്കുർ, ഓ നബിയെ താങ്കൾ അവർക്ക് ഈ കിതാബിലൂടെ പറഞ്ഞു കൊടുക്കുക, താങ്കൾ സ്മരിക്കുക, അഹ ആദിൻ, ആദ് സമുദായത്തിൻ്റെ സഹോദരനെ കുറിച്ച്. അഥവാ ആദ് സമുദായത്തിൻ്റെ കുടുംബ പരമ്പരയിൽ തന്നെ വന്ന നബിയാണ് ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ടാണ് അവരുടെ സഹോദരൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അഥവാ അഖൂഹും ബിൻ നസബ്, കുടുംബ ബന്ധത്താൽ അവരുടെ സഹോദരനാണ്. അല്ലാതെ ലൈസ അഖൂഹും ബിദ്ദീൻ, ദീനിയായി അവരുടെ സഹോദരനല്ല, മറിച്ച് കുടുംബം കൊണ്ട് അവരുടെ സഹോദരനാണ്. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് വദ്കുർ അഖ ആദിൻ ഇദ് അൻദറ ഖൗമ, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയെ താക്കീത് നൽകിയ സന്ദർഭം. ബിൽ അഹ്ഖാഫ്, അഹ്ഖാഫിൽ വെച്ചുകൊണ്ട്.
ഈ പരാമർശം കൊണ്ടാണ് ഈ സൂറത്തുൽ അഹ്ഖാഫ് എന്നറിയപ്പെടുന്നത്. അഹ്ഖാഫ് എന്നത് അവർ താമസിച്ച സ്ഥലമാണ് അഹ്ഖാഫ് എന്നറിയപ്പെടുന്നത്. ഹുഖുഫ് എന്നതിൻ്റെ ബഹുവചനമാണ് അഹ്ഖാഫ്, അഥവാ വലിയ പർവ്വതം കണക്കായ മണൽത്തിട്ടകൾ. അത് നിറഞ്ഞ സ്ഥലമായിരുന്നു അഹ്ഖാഫ് എന്ന സ്ഥലം. ജസീറത്തുൽ അറബിൻ്റെ തെക്കുഭാഗത്താണ് സൗദി അറേബ്യയുടെ ഇന്നത്തെ സൗദി അറേബ്യയുടെ തെക്ക് ഭാഗം അഥവാ യമനിൻ്റെ ഒക്കെ ഭാഗത്താണ് അഹ്ഖാഫ് വരുന്നത്. അവിടെ വെച്ച് ആദിന്റെ സഹോദരൻ, ആദ് ഗോത്രക്കാരുടെ സഹോദരൻ ഹൂദ അലൈഹി സ്വലാത്തു വസ്സലാം അവരെ താക്കീത് ചെയ്ത സന്ദർഭം. വഖദ് ഖാലത്ത് കഴിഞ്ഞുപോയിട്ടുണ്ട്. അന്നുദുർ, നുദുർ എന്നാൽ നദീറിന്റെ ബഹുവചനമാണ്, അഥവാ താക്കീതുകാരായ നബിമാർ കഴിഞ്ഞുപോയിട്ടുണ്ട്. മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി, മിൻ ബൈനി യദൈഹി അദ്ദേഹത്തിന്റെ മുൻപ് അഥവാ ഹൂദ് നബിക്ക് മുൻപും കഴിഞ്ഞുപോയിട്ടുണ്ട്. വമിൻ ഖൽഫിഹി ഹൂദ് നബിക്ക് ശേഷവും കഴിഞ്ഞുപോയിട്ടുണ്ട് ധാരാളം താക്കീതുകാർ. അള്ളാഹു അവരെ നിയോഗിച്ചിട്ടുണ്ട്. എന്താണ് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞത്? ഈ നബിമാരെല്ലാം പറഞ്ഞത് അല്ലാ തഅബുദൂ ഇല്ലല്ലാഹ്, അല്ലാ തഅബുദൂ നിങ്ങൾ ആരാധിക്കരുത്, നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്, ഇല്ലല്ലാഹ് അല്ലാഹുവിനെ അല്ലാതെ. ഇന്നി അഖാഫു അലൈക്കും നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നു, അദാബ യൗമിൻ ഒരു ദിവസത്തെ ശിക്ഷ, അദീമിൻ എങ്ങനത്തെ ദിവസമാണത്? ആ ശിക്ഷ കൊണ്ട് ഭയാനകമായ ദിവസമാകുന്നു അത്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ മുൻഗാമികളായ ഉമ്മത്തുകളുടെ ചരിത്രം എന്തിനാണ് പറയുന്നത്? ഒന്ന്, അള്ളാഹുവിൻ്റെ റസൂലിനും ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം പിൻപറ്റുന്ന മുഅ്മിനുകൾക്കും ആശ്വാസമാണ് മുൻഗാമികളുടെ ചരിത്രം. അതുപോലെ ഗുണപാഠമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളികൾക്കും ഈ ദഅവത്തിന്റെ ഈ ദീനിന്റെ എതിരാളികൾക്കുമുള്ള താക്കീതാണ് ഈ മുൻഗാമികളുടെ ചരിത്രം. കാരണം അള്ളാഹു അവരെ നശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നോക്കൂ, സൂറത്തു അശ്ശുഅറായിൽ അള്ളാഹു ആവർത്തിച്ച് അവന്റെ രണ്ട് പേരുകൾ പറഞ്ഞത് കാണാം. ഏതാണ് ആ പേരുകൾ? അസീസും റഹീമും എന്ന അള്ളാഹുവിന്റെ പേരുകൾ സൂറത്തു അശ്ശുഅറായിൽ ആവർത്തിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് പേരുകൾ പറഞ്ഞത് കാണാം. ഓരോ ഉമ്മത്തിന്റെ ചരിത്രം പറയവേ ഒരു ഉമ്മത്തിന്റെ ചരിത്രം പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുക എന്തു പറഞ്ഞിട്ടാണ്? അവന്റെ ഈ രണ്ടു പേരുകൾ പറഞ്ഞുകൊണ്ടാണ്. അവസാനം ആ സൂറത്തിൽ അള്ളാഹു പറഞ്ഞു, വതവക്കൽ അലൽ അസീസ് റഹീം, അസീസും റഹീമുമായവനിൽ നീ തവക്കുലാക്കുക. അതിനിടയിൽ കാണാം ഓരോ ഉമ്മത്തിന്റെ ചരിത്രം അവസാനിക്കുമ്പോഴും അള്ളാഹു പറയുന്നത് വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം, വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം. ഓ നബിയെ, താങ്കളുടെ റബ്ബ് അവൻ തന്നെയാണ് അസീസും റഹീമും. എന്തുകൊണ്ടാണ് ആ പേര്, ഈ രണ്ടു പേരുകൾ മുൻകാല ഉമ്മത്തുകളുടെ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞത്? കാരണം അവനോട് എതിര് പ്രവർത്തിച്ചവരോട് അവരെ ശിക്ഷിക്കാൻ, അവരെ അങ്ങേയറ്റത്തെ ശിക്ഷ അവർക്ക് നൽകുന്ന ഏതൊരുവന്റെ ശിക്ഷയിൽ നിന്ന് അവർക്ക് ഓടി രക്ഷപ്പെടാൻ സാധിക്കുകയില്ലയോ അങ്ങനെയുള്ള ഇസ്സത്തുള്ള അസീസാണ് അള്ളാഹു. അതുപോലെ റഹീമാണവൻ. അവനെ അനുസരിച്ച ഈ ധിക്കാരികളായ നിഷേധികളായ ഖൗമിന്റെ ഉപദ്രവങ്ങൾ സഹിച്ച് അവരോട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവരെ ക്ഷണിച്ചുകൊണ്ട് ക്ഷമയോടെ നിലകൊണ്ട മുഅ്മിനുകളെ സഹായിക്കുന്ന, അവരെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന, അവർക്ക് അവന്റെ അനുഗ്രഹങ്ങൾ നൽകുന്ന റഹീമാണവൻ. വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം. ഈ പേര് അള്ളാഹു ആ സൂറത്തു ശുഅറായിൽ ഓരോ ഉമ്മത്തിന്റെ ചരിത്രം പറയുന്നതിനിടയിൽ ആവർത്തിക്കുന്നത് കാണാം. അങ്ങനെയുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല ചരിത്രം ഓർമ്മപ്പെടുത്തുന്നത് ഇതിനാണ്. കാരണം ബുദ്ധിയുള്ളവൻ എന്നാൽ ആരാണ് ബുദ്ധിയുള്ളവൻ? മറ്റുള്ളവരിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുന്നവനാണ്. മറ്റുള്ളവരുടെ ചരിത്രത്തിൽ നിന്ന്, അവരുടെ അനുഭവത്തിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുന്നവനാണ് ആഖിൽ. എന്നാൽ ജാഹിലായവൻ ആരാണ്? അവൻ മറ്റുള്ളവർക്കൊരു ഗുണപാഠമായി തീരും, അവനൊരു പാഠമായി തീരും. അവനെ കണ്ടില്ല, അവനെ പോലെ ആയിപ്പോണ്ട എന്ന് പറയാവുന്ന രൂപത്തിൽ ആളുകൾക്കൊരു ഇബറത്തായി അവൻ തീരും. അതാണ് ബുദ്ധിയില്ലാത്തവന്റെ സ്ഥിതി. എന്നാൽ ആഖിലായ ബുദ്ധിയുള്ള ഒരുവൻ മറ്റുള്ളവരുടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവരാണ്.
അതുകൊണ്ടാണ് അള്ളാഹു പഴയകാല ഉമ്മത്തുകളുടെ ചരിത്രം ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ മഹാനായ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. നൂഹ് നബിക്ക് ശേഷം അള്ളാഹു നിയോഗിച്ച നബിയാണ് ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം. അഹ്ഖാഫിലാണ് ഹൂദ് നബിയുടെ സമുദായമായ ആദ് സമുദായം കഴിഞ്ഞുപോയത്. ആദ് സമുദായം വലിയ ശക്തി ഉണ്ടായിരുന്ന, ശാരീരികമായി വലിയ ഉയർച്ചയും ശക്തിയുമൊക്കെ ഉണ്ടായിരുന്ന വലിയ സമ്പത്ത് അള്ളാഹു നൽകിയ ഒരു സമൂഹമായിരുന്നു. എന്നാൽ അവർ അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്തു. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. ശിക്ഷയെക്കുറിച്ച് അവർക്ക് താക്കീത് നൽകി. ഇൻഷാ അല്ലാഹ് ഈ സമുദായത്തിന്റെ ബാക്കി കാര്യങ്ങൾ അള്ളാഹു ഈ സൂറത്തിൽ പറഞ്ഞത് അടുത്ത ആഴ്ച നമുക്ക് വിശദീകരിക്കാം. വല്ലാഹു തആല അലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.